ഓക്കെ, ഞാന് ഓക്കെ റെക്കോർഡ് ഓൺ ആക്കിയിട്ടുണ്ട്. സുജിയ മാം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് ഉണ്ടാക്കും. Okay, ma'am. Hello, good evening, everyone. എൻ്റെ പേര് സുൽജിയ. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സുൽജിയ. എൻ്റെ വീട് വരുന്നത് തൃശ്ശൂരാണ്. ഞാനൊരു ഓൺലൈൻ സ്ഥാപനത്തിൽ ഫാഷൻ ഡിസൈനിങ് മെൻറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ വിംബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിച്ച് വരുന്ന ട്രെയിനേഴ്സ് ട്രെയിൻ കോഴ്സിലെ 25th ബാച്ച് സ്റ്റുഡൻ്റാണ്. ഞാനിതിലേക്ക് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ച് കുറവുകളൊക്കെ നമുക്ക് എത്ര തന്നെ ആയാലും നേരിട്ട് ഇൻട്രാക്ഷൻ ചെയ്യുമ്പോൾ വരുമല്ലോ, അതൊക്കെ നോക്കിയാക്കണം എന്നുള്ള രീതിയിലാണ് വന്നത്. അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ എനിക്കത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ട്രെയിനർ ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലുള്ള ആർക്കും ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ വിംബിൾ അക്കാദമിയുടെ ട്രെയിനിങ് കോഴ്സ്. അതിൽ ഫൈസൽ സാറാണെങ്കിലും അർച്ചന മാം ആണെങ്കിലും നമ്മുടെ ഓരോ കുറവുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്താനുള്ള ഭാഗങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും അവർ നല്ല രീതിയിൽ. അപ്പോൾ നമുക്കത് അവർ പറഞ്ഞു തരുന്നത് ഒരു മോശമായിട്ടോ അതല്ലെങ്കിൽ ഒരു കുറവായിട്ടൊന്നും തോന്നില്ല. വളരെ നല്ല രീതിയിൽ തന്നെ അതിൻ്റേതായ രീതിയിൽ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ട്രെയിനർ ആവണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ്, ഒരു കോഴ്സ് തന്നെയാണ് ഈ ട്രെയിനേഴ്സ് കോഴ്സ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ ഇവിടെ സെക്ഷൻ എടുക്കാനായിട്ട് വരുന്നത് ഷഹാന മാമാണ്. നമ്മളിവിടെ സെക്ഷൻ എടുക്കാൻ വരുന്നത് ട്രെയിനേഴ്സ് കോഴ്സ് പൂർത്തിയാക്കിയവരാണ് ഇവിടെ എത്തുന്നത്. അവരാണ് 1 hour സെക്ഷൻ എടുക്കാനായിട്ട് വരുന്നത്. ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ഷഹാന മാമാണ്. ഷഹാന മാം ദുബായിൽ നിന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. മാം ഒരു ബിഹേവിയർ തെറാപ്പിസ്റ്റാണ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്, ഒപ്പം സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും കൂടിയാണ്. അപ്പോൾ മാമിന് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ ഈ സെഷൻ എടുക്കാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. മാമിൻ്റെ ടോപ്പിക്ക് 15 ways to deepen your relationship with anyone എന്നതാണ് മാമിൻ്റെ ടോപ്പിക്ക്. അപ്പോൾ മാമിന് നല്ല രീതിയിൽ എടുക്കാനായിട്ട് പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സ്നേഹത്തോടെ മാമിനെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം മാം. താങ്ക് യു സോ മച്ച് സുലിജ മാം. താങ്ക് യു മാം. താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ ഇൻട്രോ. അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് 15 ways to deepen your relationship with anyone. അപ്പൊ നമ്മുടെ ലൈഫിൽ പലതരം ബന്ധങ്ങളുണ്ട് അല്ലേ? നമുക്ക് നമ്മുടെ പാർട്ട്ണർ ആയിട്ടുള്ളത്, പാരൻസ്, മക്കള്, കൂട്ടുകാർ, കൊളീഗ്സ്, ഇവരൊക്കെ ആയിട്ടുള്ളൊരു ബന്ധങ്ങളുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഡീപ്പ് ആൻഡ് മീനിങ് ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഉള്ളൂ അല്ലേ? അപ്പൊ അതൊക്കെ യാദൃശ്ചികമായി സംഭവിക്കണതല്ല. അതൊക്കെ കുറച്ച് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന എഫേർട്സ് വഴി ആണ് നമുക്ക് അങ്ങനെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു മീനിങ് ഫുൾ റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അത് നമ്മള് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലുള്ള കുട്ടികളെയും കോളേജ് കാലഘട്ടത്തിലുള്ളവരൊക്കെയാണ് ഇപ്പോഴും നമുക്ക് വിശ്വാസവും സ്നേഹവും. കാരണം അവരുമായിട്ട് നമ്മൾ കൂടുതൽ സമയം സ്കൂളിലും കോളേജിലും സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ അധികം അത്തരം അവരോടുള്ള ആ ഒരു സ്നേഹം ചിലപ്പോൾ നമുക്ക് പുതുതായി മീറ്റ് ചെയ്ത കൊളീഗ്സിനോടൊന്നും ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം ഇവരായിട്ടുള്ള സമയം കുറവാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊക്കെ സമയമെടുത്ത് ചെറിയ എഫേർട്സ് വഴി നമ്മൾ വളർത്തിയെടുത്ത ഒരു ഡീപ്പായിട്ടുള്ള മീനിങ് ഫുൾ റിലേഷൻഷിപ്സ് ആണ്. അപ്പം നമുക്ക് ഏതൊരു ബന്ധങ്ങളെയും നമുക്ക് കുറച്ചൊരു ഡീപ്പ് ആൻഡ് മീനിങ് ഫുൾ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്സ് ഒക്കെ നമുക്ക് കുറയുന്നതായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് കല്യാണം കഴിച്ചു പോയി, കാരണം ഇവരുമായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യൽ കുറഞ്ഞു. നമ്മൾ ചെറുതായിരിക്കുമ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ പാരൻസ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളവരായിരിക്കും. കുറെ കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടമുണ്ടെങ്കിലും അവരുമായിട്ടുള്ള ടൈം നമ്മൾ കുറയ്ക്കണം. അപ്പം അത് ആ പാരൻസിനും അതൊരു എഫക്റ്റ് ചെയ്യും. അവർക്കും ആ ഒരു മനസ്സിൽ അത്തരം പ്രയാസങ്ങൾ വരാതിരിക്കാനായിട്ടും ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചു കാലം നമുക്ക് ഡീപ്പ് ആൻഡ് മീനിങ് ഫുൾ ആയിട്ട് കൊണ്ടെടുക്കാനും
നമ്മൾ ഇന്റൻഷനലി കുറച്ച് എഫേർട്ട് ഇട്ടേ പറ്റൂ. അങ്ങനെ എഫേർട്സ് ഇടുന്ന രീതികളെ കുറിച്ചാണ് ഞാനൊന്ന് സംസാരിക്കുന്നത്. അതിൽ ആദ്യം പറയുന്നത് 11 essays that will change the way you think എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്ന് എടുത്താണ് ഈ ബുക്ക്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നുള്ള ഒരു 15 പോയിന്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അവരോടൊപ്പം നമ്മളൊരു ഞായറാഴ്ച ചെലവഴിക്കുക. അതായത് ബാക്കിയുള്ള 6 days നമ്മൾ ജോലി, നമ്മുടെ കാര്യങ്ങളുമായിട്ട് തിരക്കുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുമായിരിക്കും. ഭയങ്കര തിരക്കായിരിക്കും. അപ്പം നമുക്ക് സമ്പാദിക്കണം, ജീവിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ തിരക്കിട്ടൊരു ലൈഫ് സ്റ്റൈലായിരിക്കും. പക്ഷെ സൺഡേസ് നമ്മൾ നമുക്ക് ആവശ്യപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക എന്ന് പറയണത് അതൊരു ചെറിയ കാര്യമല്ല. കാരണം അത് വേണമെങ്കിൽ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കാം. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പാരൻസ് വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് ഓൾഡ് ആയിട്ടുള്ള പാരൻസ് അവരായിട്ടൊന്ന് പുറത്തു പോവുക, കുറച്ച് നേരം സംസാരിച്ചിരിക്കുക. അതല്ല പാർട്ട്നേഴ്സ് ആണ് തമ്മിൽ ഉണ്ടെങ്കിലും അവരുമായിട്ടുള്ള ആ റിലേഷൻഷിപ്സ് നമ്മൾ ഒന്ന് ഡീപ്പൻ ചെയ്യണമെങ്കിൽ ആ സൺഡേ നമ്മൾ ആ ഒരു കംപ്ലീറ്റ്ലി അവർക്ക് വേണ്ടിയിട്ടായിട്ട് കുറച്ച് സമയമെങ്കിലും നമ്മൾ മാറ്റി വെക്കണം. ഇതിപ്പോ ഇന്നത്തെ കാലം ഈ ഫോൺ കൊണ്ടുപോയി ഒരുവിധം എല്ലാ റിലേഷൻഷിപ്പിന്റെ ഇതും. കാരണം കുറച്ച് സമയം ഒന്ന് വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ ഒരാൾ ഫോണിലായിരിക്കും, മറ്റൊരാൾ ഫോണിലായിരിക്കും, അല്ലെങ്കിൽ പറയണത് കേൾക്കുന്നുണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ റിലേഷൻഷിപ്സിനെ വളരെയധികം എഫക്റ്റ് ചെയ്യും. അപ്പം പണ്ട് കാലത്തെ സൂയിസൈഡൽ റേറ്റ്സും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ ജനറേഷനിലാണ് കൂടുതൽ. കാരണം എന്താ? കാരണം നമുക്ക് ആ ഒരു ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഒരാൾ കേൾക്കാനുണ്ടെങ്കിൽ ഒരു പല നമുക്കിപ്പോൾ ആരും എല്ലാവർക്കും ഒരാൾ സൊല്യൂഷൻസ് അല്ല വേണ്ടത്. കേൾക്കാൻ, ജഡ്ജ് ചെയ്യാതെ നമ്മളെ കേൾക്കാൻ ഉള്ളൊരു ആള്. അതുകൊണ്ടാണ് ഇപ്പൊ കൗൺസിലേഴ്സിന്റെ ഒക്കെ ഡിമാൻഡ് കൂടിയത്. പൈസ കൊടുത്തിട്ടാണെങ്കിൽ ആരെങ്കിലും കേൾക്കൂലോ ഞാൻ പറയണത് എന്നുള്ള ആ ഒരു ചിന്ത ആളുകൾക്ക് വന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളവര് ആ ഒരു ട്രസ്റ്റ് ഉള്ള ആളുകൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളുമായിട്ട് നമ്മൾ കുറച്ച് സമയം അവർക്ക് വേണ്ടി കണ്ടെത്തണം. അപ്പൊ മക്കൾക്കാണെങ്കിലും ആരെ ആണെങ്കിലും നമ്മളെല്ലാരെയും സഹായിക്കുന്നത് നമുക്കും വേണം. നമുക്കൊരു പ്രയാസം വരുമ്പം അവരും വേണം, അവർക്ക് പ്രയാസം വരുമ്പോൾ നമ്മളും വേണം. അങ്ങനെ ആവുമ്പം ഈ റിലേഷൻഷിപ്സ് ഒക്കെ കുറച്ചും കൂടി മീനിങ് ഫുൾ ആയിരിക്കും. നമുക്ക് പ്രയാസങ്ങൾ കുറയ്ക്കാനായിട്ടും സാധിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഈ ഞായറാഴ്ചകൾ മാറ്റിവെക്കാന്ന് വെച്ചാൽ നമുക്ക് ഒന്നിച്ച് രാവിലെ ഒന്ന് നടക്കാൻ പോകാം, അല്ലെങ്കിൽ കുറച്ച് സമയം ഒരുമിച്ച് പാചകം ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിനിമ കാണാം. അതൊക്കെ ഒരുമിച്ചിരുന്നിട്ട് ഒരു ഒരു തിടുക്കമില്ലാത്ത, ഒരു ബിസി അല്ലാത്ത കുറച്ച് സമയം നമ്മൾ ഈ ഒരു നമ്മുടെ റിലേഷൻഷിപ്സ് ഡീപ്പൻ ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. കുറച്ച് പ്രായമായാൽ സഹോദരങ്ങൾ, നമ്മളെ സിബ്ലിങ്സുമായിട്ടുള്ള റിലേഷൻഷിപ്സും അപ്പം ഒരു ദിവസം അവരെ വിസിറ്റ് ചെയ്യാൻ പോവുക, അവരുമായിട്ടുള്ള ഒരു ടൈം നമ്മൾ ഒരു മീനിങ് ഫുൾ ടൈം നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. അത് ഇന്റൻഷനലി ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് മീനിങ് ഫുൾ ആക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ സംസാരിക്കാതെയും ഒന്നിച്ച് സുഖമായിരിക്കുക. ബി കംഫർട്ടബിളി സൈലന്റ്. എന്നാൽ നല്ലൊരു ബന്ധത്തിന്റെ ലക്ഷണം എപ്പോഴും ഇങ്ങനെ സംസാരിച്ചിരിക്കണമെന്നില്ല. മറിച്ച് മിണ്ടാതിരിക്കുമ്പോഴും ആ അസ്വസ്ഥത ഇല്ലാതെയാണ് എന്നതാണ്. അതായത് മൗനത്തിന്റെ ശക്തി. പലപ്പോഴും വാക്കുകളേക്കാൾ വലിയ ആശ്വാസം മൗനത്തിന് നൽകാൻ കഴിയും. 2 സുഹൃത്തുക്കളെയോ പങ്കാളികളോ ഒരേ മുറിയിൽ ഇരുന്ന് ഒരാൾ പുസ്തകം വായിക്കുമ്പോഴും മറ്റേയാൾ വെറുതെ ഇരിക്കുമ്പോഴും ഉണ്ടാകുന്ന മാനസിക ഐക്യമാണ്. അതായത് കുറച്ച് സമയം ഒരു ലോങ് ഡ്രൈവ് പോവാന്ന് വെച്ചോ, ഇപ്പോൾ പോകുന്ന വഴി മൊത്തം നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കണം എന്നൊന്നുമില്ല. പക്ഷെ ആ ഒരു മൗനം നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ കംഫർട്ടബിളി സൈലന്റ് ആയിട്ടിരിക്കുമ്പോഴും നമ്മൾ ഹാപ്പിയാണ്. കാരണം നമ്മൾ തമ്മിലുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. ഇതാണ് ഒരു വഴി. അതായത് ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോഴോ ഇരിക്കുമ്പോഴോ സംസാരിക്കാൻ ഒന്നുമില്ലെങ്കിൽ ആ മൗനം നിങ്ങളെ അസ്വസ്ഥമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആ നിശബ്ദതയെ സന്തോഷത്തോടെ ആസ്വദിക്കാൻ പഠിക്കുക. അതാണ് 2ാമത്തെ പോയിന്റ്. 3ാമത്തേത്, നിങ്ങൾക്ക് മാനസികമായ സുഖമില്ലാതാവുമ്പോൾ അവരെ വിളിക്കുക. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ സക്സസ് അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം വരുമ്പോൾ മറ്റുള്ളവരെ വിളിക്കാനായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും. നമുക്കൊരു വിഷമം വരുമ്പോൾ അവരിനി എന്നെ കുറിച്ച് എന്താ ഇപ്പൊ വിചാരിക്കുക, അങ്ങനെ ഒരു ചിന്ത വരുത്താതെ തുറക്കും മനസ്സും. മനുഷ്യന്മാരായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം
ആ ഒരു വിഷമം വരുന്ന സമയത്ത് നമ്മൾ അവരെ വിളിക്കുക. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുക, ഓക്കെ, അവൾക്ക് ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ്, അതുകൊണ്ടാണ് അവൾക്കൊരു പ്രയാസം വരുമ്പോൾ എന്നെ വിളിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് സന്തോഷം തോന്നുമ്പോൾ എല്ലാവരും വിളിക്കാൻ എളുപ്പമാണ്. എന്നാൽ ജീവിതം പ്രതിസന്ധിയിലാകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മാനസികമായി തളർന്നിരിക്കുമ്പോൾ ആദ്യം ആരെയാണ് നമ്മൾ വിളിക്കാറ്? നമുക്ക് നമുക്ക് നമ്മൾ ചിലപ്പോൾ പാരൻസ് ഉണ്ടെങ്കിൽ അവരെ ആയിരിക്കും, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനെ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ നമ്മൾ കംഫർട്ടബിൾ അല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നമ്മൾക്ക് വിഷമമുള്ള സമയത്ത് നമ്മൾ അവരെ വിളിച്ചിട്ട് അവരിൽ നിന്ന് നമുക്ക് നല്ല രീതി അവർക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മളും, നമ്മൾക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ അവരും ഉണ്ടെന്നുള്ള ആ ഒരു വിശ്വാസം നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം എന്താ അതിന്റെ ഗുണം എന്ന് വെച്ചാൽ വിശ്വാസത്തിന്റെ ആഴം വർദ്ധിക്കും. നമ്മുടെ ഏറ്റവും ദുർബലമായ നിമിഷങ്ങളിൽ ഒരാൾക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ സാധിക്കുമ്പോഴാണ് ആ ബന്ധം യഥാർത്ഥത്തിൽ ആഴം ഉള്ളതാവുന്നത്. നമ്മുടെ വൾണറബിലിറ്റീസ് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ് ആ ഒരു ബന്ധം ആഴമുള്ളതാകുന്നത്. അപ്പോൾ അതൊരു മുഖംമൂടി അണിയാതെ നമുക്ക് പറയാം, ഇങ്ങനെയൊക്കെ ഉണ്ടായി, എനിക്കിങ്ങനെ വിഷമമായി. അപ്പൊ നമുക്ക് ആ ഒരു സമയത്ത് അവരിൽ നിന്ന് എന്താണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ നമ്മളെ കാമാക്കുന്ന രീതിയിലുള്ള സംസാരം ആണെങ്കിൽ നമുക്ക് ആ ഒരു ബന്ധം എത്ര സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ അവർക്കായി ഒരിടം ഒരുക്കുക, കേൾക്കാൻ തയ്യാറാകുക, അതായത് ഹോൾഡ് എ സ്പേസ് ഫോർ ദം. മറ്റൊരാൾ അവരുടെ പ്രശ്നങ്ങളോ വിഷമങ്ങളോ നമ്മളോട് പറയുമ്പോൾ ഉടൻ തന്നെ ഉപദേശം നൽകുകയോ അത് പരിഹരിക്കാനോ തുനിയാതെ പകരം അവർക്ക് സംസാരിക്കാൻ സുരക്ഷിതമായ ഒരു ഇടം നൽകുക. അതായത് അവർ പറയട്ടെ, ഇപ്പൊ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ നീ എന്തിനാ ടെൻഷൻ അടിക്കണെന്ന് പറയുന്നതിന് പകരം എനിക്ക് മനസ്സിലാവും നിന്റെ സിറ്റുവേഷൻ, അത്രയും മതി. അതന്നെ അവർക്ക് ഭയങ്കരമായിട്ട് അവരെ ജഡ്ജ് ചെയ്യാതെ അവരെ കേൾക്കാനൊരു ആളുണ്ടായിരിക്കുക എന്നുള്ളത് ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. നമുക്ക് അത്രയും വിഷമം വരുന്ന സമയത്ത് ആരോടെങ്കിലും നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യാതെ അത് കേൾക്കാനും ഒരാളുണ്ടായിരിക്കണം. കേൾവിയുടെ പ്രധാനം, നല്ലൊരു ലിസണർ ആയിരിക്കണം. അതായത് പലർക്കും വേണ്ടത് പരിഹാരമല്ല, മറിച്ച് വിധിക്കപ്പെടാതെ തങ്ങളുടെ വിഷമങ്ങൾ കേൾക്കാൻ ഉള്ള ഒരാളെയാണ്. അവരുടെ വികാരങ്ങൾ, അവരുടെ ഫീലിങ്സ് നമ്മൾ വാലിഡേറ്റ് ദെയർ ഫീലിങ്സ്. നമുക്ക് അത് മനസ്സിലാവും, ഓക്കെ, അവരുടെ സൈഡിൽ നിന്ന് എംപത്തറ്റിക് ആയിട്ട് നമ്മൾ ചിന്തിക്കുക. ആശയങ്ങളെ കുറിച്ച് സംസാരിക്കുക, ടോക്ക് അബൌട്ട് ഐഡിയാസ്. അതായത് മറ്റുള്ളവരെ കുറിച്ചോ വെറും ഗോസിപ്പുകളെ കുറിച്ചോ സംസാരിക്കുന്നതിന് പകരം പുതിയ ഐഡിയാസിനെ കുറിച്ചും ചിന്തകളെ കുറിച്ചും സംസാരിക്കുക. അതായത് ഒരു ഇന്റലക്ച്വൽ ഇന്റിമസി, അതായത് നമ്മൾ ബുദ്ധിപരമായ ഒരു അടുപ്പം നമ്മൾ അവരുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ സിദ്ധാന്തങ്ങൾ, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, കലാശാസ്ത്രം എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നത് മനസ്സിന് ഉന്മേഷം നൽകും. അപ്പൊ എപ്പോഴും ഇങ്ങനെ കാണുമ്പം ഗോസിപ്പ് പറയാ അല്ലെങ്കിൽ എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാ, അതൊരു നെഗറ്റിവിറ്റിയാണ്. നമ്മൾ ആ ഒരു നെഗറ്റിവിറ്റി എൻകറേജ് ചെയ്യാതെ നമ്മളെപ്പോഴും പോസിറ്റിവിറ്റീനെ എൻകറേജ് ചെയ്യുക. നമ്മൾ പുതിയ ഐഡിയാസിനെ കുറിച്ച് ഇങ്ങനെ ചെയ്താൽ എന്താ, ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ എന്താ, അല്ലെങ്കിൽ ഓരോരോ നമ്മുടെ ഐഡിയാസിനെ കുറിച്ചും അല്ലെങ്കിൽ ഭാവിയെ കുറിച്ചും നമ്മുടെ ക്രിയേറ്റിവിറ്റിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്ന രീതിയാണ് ടോക്ക് അബൌട്ട് ഐഡിയാസ്. അപ്പോൾ നമ്മുടെ ഗോൾസ്, അതിലൊക്കെ എങ്ങനെ എത്തിച്ചേരാം, അപ്പോൾ നമ്മൾ ആ ഒരു നമ്മുടെ ഐഡിയാസും നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പ് അവരുണ്ടാവും. പിന്നെ 6ാമത്തെ പോയിന്റാണ് പരസ്പരം പ്രിയപ്പെട്ട പുസ്തകം വായിക്കുക. പുസ്തകം അല്ലെങ്കിൽ ഇപ്പൊ മൂവീസ് ആയിരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ വായിക്കുക, എന്നിട്ട് അതിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അത് ഒരു വ്യക്തിയുടെ വായനാശീലം, അവർ ഇഷ്ടപ്പെടുന്ന പുസ്തകം അവരുടെ ആന്തരിക ലോകത്തെ കുറിച്ചുള്ള വലിയ സൂചനകൾ നൽകുന്നു. ഇപ്പം ചില ആളുകൾക്ക് ഇപ്പം മോട്ടിവേഷണൽ അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ബുക്സ് ആയിരിക്കും ഇഷ്ടം, മറ്റവർക്ക് ഫിക്ഷൻ ആയിരിക്കും. അപ്പം അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുക. അപ്പം അത് മനസ്സുകൾ തമ്മിലുള്ള ഒരു കണക്ഷൻ അവിടെ വരും, അവരുടെ ഐഡിയാസും അവരുടെ ചിന്താഗതിയും. നിങ്ങളുടെ പ്രിയപ്പെട്ട പുസ്തകം മറ്റൊരാൾക്ക് വായിക്കാൻ നൽകുക, തിരിച്ചതുപോലെ ചെയ്യുക. അവർ ആ പുസ്തകം വായിച്ചു തീർക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങളെ കുറിച്ചും ആശയങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന നേട്ടം എന്താന്ന് വെച്ചാൽ ഇത് അവരുടെ ചിന്താഗതിയെയും കാഴ്ചപ്പാടുകളെയും കൂടുതൽ അടുത്തറിയാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമുക്ക് അവർക്ക് എന്താണ് ഇഷ്ടം, അവർക്ക് മൂവീസാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ട മൂവീസും നമുക്ക് ഇഷ്ടപ്പെട്ട മൂവീസും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു മൂവി ഉണ്ടാകുന്ന കണ്ടു നോക്കുക, നല്ല രസമാണ്. അപ്പോൾ വായിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ
അപ്പോൾ നമുക്ക് അവർക്ക് എങ്ങനത്തെ കാര്യങ്ങളോടാണ് താല്പര്യം എന്നുള്ള ആ ഒരു എക്സ്ചേഞ്ച് ഓഫ് ഇത് നമുക്ക് കിട്ടും. ചിന്താഗതി, അവരുടെ കാഴ്ചപ്പാടുകളെ കുറിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പിന്നെ 7ാമത്തെ പോയിന്റാണ് ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യുക, ക്രിയേറ്റ് സംതിങ് ടുഗെദർ. അത് ഒരുമിച്ച് ഒരു ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുകയോ എന്തെങ്കിലും പുതിയത് സൃഷ്ടിക്കുകയോ ചെയ്യുന്നത് ബന്ധങ്ങളെ വളരെ വേഗത്തിൽ ദൃഢമാക്കും. നമ്മളിപ്പം ഒരു കേക്ക് ബേക്ക് ചെയ്യാന്ന് വെച്ചാൽ ഒരുമിച്ച് കേക്ക് ഒരുമിച്ചും ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒരുമിച്ച് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പം നമ്മൾ അതൊരു നമുക്ക് ആ ഒരു ടൈം ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ടൈം അത് കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആൻഡ് മീനിങ് ഫുൾ ആയിരിക്കും. ഒരു പെയിന്റിങ് അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ് വർക്ക് ഒരുമിച്ച് ചെയ്യുക, അല്ലെങ്കിൽ വീട് റിനോവേഷൻ ചെയ്യുമ്പം ചിലരുണ്ട് അവർ പൈസ കൊടുക്കും, വൈഫിന്റെ ഇഷ്ടം. അപ്പൊ അതില് അവർ രണ്ടുപേരും കൂടിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ ആ ഒരു കാഴ്ചപ്പാടുകളും അവരുടെ ഐഡിയാസും ഒക്കെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു ടീം വർക്ക് പോലെ പ്രവർത്തിക്കുകയും ഒരുമിച്ച് വിജയം ആസ്വദിക്കാൻ അവസരം നൽകുകയും ചെയ്യുക. അപ്പോൾ അത് സക്സസ്ഫുൾ ആയാൽ അവർക്ക് രണ്ടുപേർക്കും ഹാപ്പിനെസ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരാൾ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഇതുണ്ടാവില്ല. ഇപ്പം എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ കളർ നീ ഇത് ഈ കളർ യൂസ് ചെയ്ത് നോക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയാസ് പറയുന്നതും നല്ലൊരു കാര്യമാണ്. 8ാമത്തെ പോയിന്റാണ് ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അത് പേ അറ്റൻഷൻ ടു ലിറ്റിൽ തിങ്സ്. വലിയ സമ്മാനങ്ങളോ ആഘോഷങ്ങളോ അല്ല, ദിവസേനയുള്ള ചെറിയ ശ്രദ്ധകളാണ് ഒരു ബന്ധത്തിന്റെ ആയുസ് നിശ്ചയിക്കുന്നത്. അത് ചെറിയ കാര്യങ്ങളുടെ വലുപ്പം. അവർക്ക് ഇഷ്ടപ്പെട്ട ചായയോ കാപ്പിയോ ഉണ്ടാക്കി നൽകുക, അവർ ക്ഷീണിതരായിരിക്കുമ്പോൾ ഒരു ചെറു പുഞ്ചിരി സമ്മാനിക്കുക, അവർ അന്ന് ധരിച്ച പുതിയ വസ്ത്രത്തെക്കുറിച്ച് അഭിനന്ദിക്കാൻ അപ്രീസിയേറ്റ് ചെയ്യുക, ഒരു താങ്ക് യു പറയാ. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് നമുക്ക് കൂടുതൽ ആ ഒരു റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് പറ്റും. അല്ലാണ്ട് എപ്പോഴും ഇങ്ങനെ വലിയ ഡയമണ്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അവർ ടയർഡായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ചോദിക്കുക, അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുക, അത്രയ്ക്ക് തന്നെയാണ് ഇപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അല്ലാതെ എല്ലാ ദിവസവും ഡയമണ്ടും ഒക്കെ വലിയ എക്സ്പെൻസീവ് തിങ്സ് ഒന്നും ആർക്കും വേണ്ട. എല്ലാവർക്കും ആ ഒരു എന്നെ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു ചെറിയ, ഇപ്പൊ അവരിട്ട ഡ്രസ്സിനെ കുറിച്ചൊന്ന് അഭിനന്ദിക്കുക. അങ്ങനെ ഒരു ചെറിയ ശ്രദ്ധ കാണിക്കുന്നത് നിങ്ങൾ അവരെ നിരന്തരം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് വലിയ ഒരു ഇതാണ് നമ്മൾ കാണിക്കുന്നത്. ഇപ്പം നേരം വൈകിയാൽ എവിടെ എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ, ജസ്റ്റ് ഒരു വിശേഷങ്ങൾ അന്വേഷിക്കുക. അപ്പോൾ ആ ചെറിയ ചെറിയ കാര്യങ്ങളാണ് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഇത്. പിന്നെ മതപരമായ ആത്മീയ ആചാരങ്ങളിൽ ഒന്നിച്ച് പങ്കെടുക്കുക, അതായത് ഗ്രൂപ്പ് പ്രയേഴ്സ്. അപ്പോൾ ഒരുമിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം പ്രാർത്ഥനകളിലൊക്കെ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സാധിക്കും. മതപരമോ ആത്മീയമായ കാര്യങ്ങളിൽ പരസ്പരം പങ്കാളിയാകുന്നത് ആത്മീയമായ അടുപ്പം വർദ്ധിക്കും. അതായത് പരസ്പര ബഹുമാനം. അതായത് നിങ്ങളുടെ വിശ്വാസങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ പോലും അവരുടെ പ്രാർത്ഥനയിലോ ആചാരങ്ങളിലോ ഒപ്പം പങ്കെടുക്കുകയോ അവരെ പിന്തുണയ്ക്കുകയോ ചെയ്യുക. ഇത് പരസ്പരമുള്ള ആദരവും സഹിഷ്ണുതയും വർദ്ധിപ്പിക്കുകയും മനസ്സമാധാനം നൽകുകയും ചെയ്യും. അതായത് ഇപ്പൊ ഒരാള് പ്രയർ പോകുമ്പോൾ മറ്റൊരാൾ കളിയാക്കുക, അല്ലെങ്കിൽ അവരെ വേറെ രീതിയിൽ പറയുമ്പോൾ ഒക്കെ അത് ആ ഒരു അടുപ്പം കുറയാനായിട്ട് സാധിക്കും. കാരണം നമ്മളിതൊരു ഇത് ഗോഡും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണല്ലോ റിലേഷൻഷിപ്പ്. അപ്പം അവിടെ നമ്മൾ ഗോഡിനെയും കൂടി കൂടുതൽ സ്ട്രോങ് ആയിട്ട് പിടിക്കുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ അവരുടെ വിശ്വാസങ്ങളെയും നമ്മൾ നമ്മുടെ വിശ്വാസങ്ങളെയും ഒക്കെ പരസ്പരം റെസ്പെക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. പിന്നെ ഒരു ചെറിയ യാത്ര പ്ലാൻ ചെയ്യാം. അതായത് വലിയ ഇന്റർനാഷണൽ ട്രിപ്സ് ഒന്നും പോകേണ്ട ആവശ്യമില്ല. ചെറിയ യാത്രകൾ പ്ലാൻ ചെയ്യാം. സാഹചര്യങ്ങളിൽ നിന്നുള്ള മാറ്റവും മനസ്സിനും ബന്ധത്തിനും പുതിയ ഉന്മേഷം നൽകും. നീണ്ട യാത്രകൾ വേണമെന്നില്ല. വാരാന്ത്യത്തിൽ ചെയ്യാവുന്ന, അതായത് വീക്കെൻഡിൽ ചെയ്യാവുന്ന ചെറിയൊരു യാത്ര മതിയാവും. അപ്പൊ യാത്രകളുടെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് ചെറിയ ചെറിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഒരുമിച്ച് നേരിടുകയാണ് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ വീട്ടിലാണെങ്കിൽ
നമുക്ക് ആ ഒരു പരിചിതമായ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. പക്ഷെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പം നമ്മൾ അന്നേരം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരുമിക്കും. കാരണം നമുക്ക് നമ്മൾ തന്നെ ഉള്ളൂ, ബാക്കി ആരും നമുക്ക് പരിചയമല്ലല്ലോ. അപ്പം അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ആ ഒരു റിലേഷൻഷിപ്പ് ഡീപ്പൺ ചെയ്യാനായിട്ട് സഹായിക്കും. അതായത് പുതിയ സ്ഥലങ്ങൾ കാണുമ്പോഴും യാത്രയിലെ ചെറിയ പ്രതിസന്ധികൾ ഒരുമിച്ച് നേരിടുമ്പോഴും വ്യക്തികളുടെ യഥാർത്ഥ സ്വഭാവവും പൊരുത്തപ്പെടാനുള്ള കഴിവും പുറത്തു വരുന്നു. അതായത് അപ്പോൾ ഒരാളെ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ അവരുമായിട്ട് യാത്ര ചെയ്യണമെന്നൊരു ജോലിയുണ്ട്. അപ്പം ആ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മൾ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളാണെന്ന് നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കുള്ളൂ. അത് ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കുന്നു. 11ാമത്തെ പോയിന്റാണ് നിങ്ങളുടെ മറ്റ് സൗഹൃദ വലയങ്ങളിലേക്ക് അവരെ ഉൾപ്പെടുത്തുക. അതായത് നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ചിലരുണ്ട് ഹൈഡ് ചെയ്യുക, അപ്പൊ അവരവരായിട്ട് ഇതാക്കണ്ട. അപ്പം അതാണെങ്കിൽ അതൊരു ട്രസ്റ്റ് ഇഷ്യൂസ് വരും. കാരണം നമ്മുടെ ഫ്രണ്ട്സ് അവരും അറിയണം, അവരുടെ ഫ്രണ്ട്സ് നമ്മളും അറിയണം. അല്ലെങ്കിൽ ഹസ്ബൻഡിനെ ഉണ്ടാവും, വൈഫ് അറിയരുത് നിങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെയൊക്കെ ആവുമ്പോൾ പിന്നീട് വൈഫ് ഇതൊക്കെ അറിയുമ്പോൾ അതൊക്കെ ഒരു വലിയ വിഷമമായിട്ട് മാറും. അപ്പം നമ്മുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, നമ്മൾ ആരൊക്കെയായിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, അവരെല്ലാവരെയും പരസ്പരം മനസ്സിലാക്കുന്നതും നല്ലൊരു കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കളെയോ കുടുംബാംഗങ്ങളെയോ ആ വ്യക്തിക്ക് പരിചയപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിലെ മറ്റ് പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്ക് അവരെയും സ്വാഗതം ചെയ്യുക. അപ്പൊ അതൊരു വിശ്വാസത്തിന്റെ തെളിവാണ്. എൻ്റെ സുഹൃത്തുക്കളെയും കുടുംബത്തെയും നീ അറിയണം എന്ന് ആഗ്രഹിക്കുന്നത് ആ ബന്ധത്തിന് നിങ്ങൾ നൽകുന്ന പ്രാധാന്യത്തെ കാണിക്കുന്നു. ഇത് പരസ്പരമുള്ള സുരക്ഷിത ബോധം വർദ്ധിപ്പിക്കുന്നു. അപ്പൊ നമുക്കൊരു ട്രസ്റ്റ് വരികയാണ്. അപ്പോൾ ഒരു ഹൈഡായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മൾ പിന്നീട് കണ്ടുപിടിക്കുമ്പോൾ അവിടെ അവരുടെ ട്രസ്റ്റിനെ അത് ബാധിക്കും. അപ്പൊ ആരൊക്കെ ആയിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, എവിടേക്കാ പോകുന്നത്, അപ്പൊ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണമെങ്കിൽ നല്ലതാണ്. എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്. ഈ ആൾക്ക് ഈ ആളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെ ഉണ്ട് എന്നുള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇത്. അത് ഹൈഡ് ചെയ്തിട്ട് നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നീട് ആ ഒരു റിലേഷൻഷിപ്പിനെ അത് ബാധിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇന്റൻഷനലി നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് വായന അല്ലെങ്കിൽ അറിവ് കൂടുതലുള്ള ആളുകളുടെ ലൈഫിൽ കുറച്ചും കൂടിയും പ്രൊഡക്റ്റീവായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നീങ്ങുന്നു. നമ്മൾ ശരിക്കും വായിച്ച് അല്ലെങ്കിൽ ഇത്തരം ക്ലാസ്സുകളിലൂടെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അറിവ് നേടിയേ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങളായിട്ട് വരും. പിന്നെ 12ാമത്തെ പോയിന്റാണ് എപ്പോഴും കൂടെ ഉണ്ടാവുക. അതായത് പിന്തുണ നൽകുക. നമ്മുടെ അടുത്തില്ലെങ്കിൽ പോലും നീ പ്രയാസപ്പെടേണ്ട, ഓക്കെ നിന്റെ കൂടെ ഞാനുണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പുണ്ടായാൽ മാത്രം മതി. ജീവിതത്തിൽ നല്ല നിമിഷങ്ങൾ മാത്രമല്ല ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഘട്ടങ്ങളിലും കൂടെ ഉണ്ടാകുക എന്നതാണ് പ്രധാനം. വാക്കല്ല പ്രവൃത്തിയാണ് പ്രധാനം. ഒരാൾക്കൊരു അത്യാവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ തളർന്നു പോകുമ്പോൾ ഫിസിക്കലായി അവിടെ എത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും ഫോണിലൂടെയെങ്കിലും ഉറച്ച പിന്തുണ നൽകുക. ഞാനുണ്ട് കൂടെ എന്ന് ഉറപ്പ് നൽകുക. അപ്പൊ അത്തരം ഒരു ഉറപ്പുണ്ടെങ്കിൽ തന്നെ ഒരാൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇത് ആരും ഇല്ലാതെ വരുമ്പോൾ അതൊക്കെയാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആവുന്നതും ആളുകൾ പല ചിന്തകളിലൂടെയൊക്കെ കടന്നു പോകുന്നത്. കുറേ സൈക്കോളജിക്കൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുന്നത് നമുക്ക് ആരും ഇല്ല എന്നുള്ളൊരു ചിന്ത വരുമ്പോഴാണ്. അപ്പൊ ഉണ്ട് എന്നുള്ളൊരു ചിന്ത വരുത്തുക. നമ്മൾ മറ്റുള്ളവർക്ക് അങ്ങനെ ആണെങ്കിൽ നമുക്കും അതുപോലെ ഉള്ള റിലേഷൻഷിപ്സ് കിട്ടും. 13ാമത്താണ് ഹൃദയം തുറന്നുള്ള സംഭാഷണങ്ങൾ നടത്തുക. ജീവിതത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചർച്ചകൾക്കായി പ്രത്യേക സമയം മാറ്റിവെക്കുക. എന്തൊക്കെ സംസാരിക്കാം? നിങ്ങളുടെ ഭയങ്ങൾ, സ്വപ്നങ്ങൾ, ആശകൾ, ഭൂകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നിവ പങ്കുവെക്കുക. മനസ്സിന്റെ ഭാരങ്ങൾ ഇറക്കി വെക്കാനും പരസ്പരം കൂടുതൽ അടുക്കാനും ഇത് സഹായിക്കും. അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ പാർട്ട്ണർ ആരെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മളെ ജഡ്ജ് ചെയ്യാതെ കേൾക്കാനും നമുക്ക് തുറന്ന് സംസാരിക്കാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീരും. നമുക്ക് എല്ലാത്തിനും സൊല്യൂഷൻ അല്ല വേണ്ടത്, നമുക്ക് പറഞ്ഞത് കേൾക്കാനും കുറച്ചാള്, അത് മനസ്സിലാക്കാൻ, നമ്മൾ ജഡ്ജ് ചെയ്യാതെ നമ്മൾ ഫീലിങ്സ് മനസ്സിലാക്കുന്ന ഒരാള്, സൊല്യൂഷനൊക്കെ നമുക്ക് തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ കേൾക്കാനുള്ള ഒരാളായിട്ട് നല്ലൊരു ലിസണറായിട്ട് നമ്മൾ മാറണം. മറ്റുള്ളവരൊരു പ്രശ്നം പറയുമ്പം നീ അങ്ങനെ ചെയ്തിട്ടല്ലേ, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്തുകൊണ്ടല്ലേ, അല്ലെങ്കിൽ നീ അങ്ങനെ ആ ഒരു രീതിയിൽ അവരിതാക്കാണ്ട് ഓക്കെ ഇങ്ങനെ സംഭവിച്ചു, ഫൈൻ, എനിക്ക് നിന്റെ വിഷമം മനസ്സിലാവും, ഇനി എന്താ നമുക്ക് അങ്ങനെ ഇനി അതിനെ സോൾവ് ചെയ്യാനുള്ള വഴി എന്താണ്, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അല്ലാതെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ആർക്കും ഒരു വിഷമഘട്ടത്തിൽ
വിഷമം ഉണ്ടാക്കും, കൂട്ടുന്ന ഒരു സംഭവമാണ്. അതാണത്, ഹൃദയം തുറന്ന സംഭാഷണങ്ങൾ നടത്തുക. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ആളുകൾ കൗൺസിലേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരാളില്ല. നമ്മളെ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് നമുക്ക് എവിടെ നിന്നും കിട്ടുന്നില്ല. കുറ്റപ്പെടുത്തുന്നവര് അല്ലെങ്കിൽ നമ്മളെ കളിയാക്കുന്നവരെയാണ് നമുക്ക് ചുറ്റുമെങ്കിൽ ഇയാളെങ്ങനെ മുന്നോട്ട് പോകും, ഇയാളുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടും? അപ്പോൾ കൗൺസിലറായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തുറന്ന് സംസാരിച്ച് തീർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആളുകൾ ചെയ്യുന്നത്. അപ്പൊ ഇത്തരം ഒരു നല്ല മീനിങ് ആയിട്ടുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഏതെങ്കിലും ഒരാൾ നമുക്കുണ്ടെങ്കിൽ ഈ കൗൺസിലേഴ്സിന്റെ ആവശ്യം ശരിക്കും വരുന്നില്ല. പിന്നെ 14ാമത്തെ പോയിന്റാണ് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും കുട്ടിക്കാലത്തെക്കുറിച്ചും സംസാരിക്കുക. അതായത് ടോക്ക് അബൌട്ട് യുവർ ഫാമിലീസ് ആൻഡ് വാട്ട് ഇറ്റ് വാസ് ലൈക്ക് ഗ്രോയിങ് അപ്പ്. ഒരു വ്യക്തിയുടെ ഇന്നത്തെ പെരുമാറ്റത്തിനെയും ചിന്തകളെയും വേരുകൾ കടക്കുന്ന അവരുടെ കുട്ടിക്കാലത്തെയും കുടുംബ പശ്ചാത്തലത്തെയും കുറിച്ചാണ്. അപ്പോൾ അതെല്ലാം ചിലർ അതെല്ലാം ഹൈഡ് ചെയ്യും. ചിലപ്പം വളരെ പ്രശ്നത്തിലേറിയ ഒരു ഫാമിലിയിൽ നിന്ന് വന്നതായിരിക്കും, മറ്റുള്ളവരെ ഒന്നും അറിയണ്ട, ഞാൻ ഭയങ്കര സംഭവമായിരിക്കും. പക്ഷെ ഇയാളുടെ ഉള്ളിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളോടും കൂടി അങ്ങനെ ആകുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു ഇത് കിട്ടില്ല. അപ്പം നിങ്ങൾ വളർന്നു വരുന്ന സാഹചര്യം, നിങ്ങളുടെ മാതാപിതാക്കൾ, കുട്ടിക്കാലത്തെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം പങ്കുവെക്കുക. ഇത് ആ വ്യക്തിയെ പൂർണ്ണമായും മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. അവരുടെ ചില പെരുമാറ്റങ്ങളുടെ കാരണം എന്താണെന്ന് തിരിച്ചറിയാൻ ഈ അറിവ് നമ്മളെ ഉപകരിക്കും. അപ്പൊ അതായത് ഒരു ഓർഫനേജിൽ വളർന്നൊരു കുട്ടിയാണ്, അപ്പൊ അവരിങ്ങനെ പെരുമാറുന്നത് ചിലപ്പം സ്നേഹം കിട്ടാത്തത് കൊണ്ടായിരിക്കാം. അപ്പൊ അതൊക്കെ നമുക്ക് അവരുടെ പാസ്റ്റിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവരിങ്ങനെ പെരുമാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമുക്ക് റിയാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊന്നും അറിയാത്ത ഒരാൾ ഇങ്ങനെ പെരുമാറുമ്പോൾ നമുക്ക് എന്താണ് ഇതിങ്ങനെ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. അപ്പൊ അവര് ഇപ്പൊ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്താണ്, അവർ ഒറ്റപ്പെടലാണ്, അവർക്ക് എന്താണ് പ്രയാസം. ചില മലയാളത്തിൽ ഇപ്പൊ അടുത്തൊരു ഷോർട്ട് ഫിലിം കണ്ടിരുന്നു ഞാനിപ്പോ. അതിനകത്ത് പറയുന്നത് ഒരു അയൽക്കാർ രണ്ടുപേര് തമ്മിൽ തല്ലൂടാണ്. അപ്പൊ ഈ ഒരു ആളുകള് പറയണത് ഞങ്ങൾ ഇവിടുന്ന് വീട് മാറി പോവാണ്, ഈ സ്ത്രീനെ കൊണ്ട് വലിയ ശല്യമാണെന്ന് പറയാം. അപ്പൊ അടുത്തുള്ള ആളുകൾ പറയാണ് അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനെയാണ്, മക്കള് ഇട്ടെറിഞ്ഞു പോയി, ഭർത്താവ് മരിച്ചുപോയി, ഇപ്പൊ അവരാകെ ഒറ്റപ്പെട്ടപ്പോഴാണ് അവരിങ്ങനെ ഈ ഫ്രസ്ട്രേഷൻസ് തീർക്കുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇവര് അതിനനുസരിച്ച് നിന്നപ്പം അവരുടെ സ്വഭാവം മാറി. അപ്പൊ അതും അവരുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവരുമായിട്ടുള്ള അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ 15ാമത്തെ പോയിന്റാണ് യാതൊരു മുഖംമൂടി ഇല്ലാതെ പൂർണ്ണമായി തുറന്ന് കാട്ടപ്പെടുക. അതായത് ബി ഫിൽട്ടർലെസ്. ആളുകളുടെ മുന്നിൽ നല്ലവനാകാൻ അല്ലെങ്കിൽ തികഞ്ഞ വ്യക്തിയാണെന്ന് കാണിക്കാൻ ശ്രമിക്കാതിരിക്കുക. അതായത് മനുഷ്യൻ വൾനറബിലിറ്റീസ് ഉള്ള ആൾക്കാണ്, മനുഷ്യൻ മിസ്റ്റേക്സ് ചെയ്യുന്ന ആണ്. അപ്പൊ അതെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ്. അപ്പൊ എപ്പോഴും ഞാനൊരു ഗുഡ് ഗേൾ ഇമേജ് അല്ലെങ്കിൽ ഞാൻ നല്ലതാണെന്നുള്ള ആ ഒരു രീതിയിൽ നിൽക്കേണ്ട കാര്യമല്ല. നമ്മുടെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ വയ്യെങ്കിൽ വയ്യ, ശരിക്കും കാര്യങ്ങൾ പറയാലോ, വയ്യാത്തോട് തന്നെ എല്ലാം ചെയ്തു കൊടുത്തിട്ട് പെർഫെക്റ്റ് ആവാനൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ ഒരു ഫിൽട്ടർലെസ് ആയിട്ട് നമ്മള് പറയണം. അതായത് ആളുകളുടെ മുന്നിൽ നല്ലവനാകാൻ അല്ലെങ്കിൽ തികഞ്ഞ വ്യക്തിയാണെന്ന് കാണിക്കാൻ ശ്രമിക്കാതിരിക്കുക. നിങ്ങളുടെ കുറവുകളോടും പോരായ്മകളോടും കൂടി സ്വയം അംഗീകരിക്കപ്പെടുക. അധികമായാൽ ആത്മാർത്ഥത കുറയും. അതായത് നിങ്ങളിലെ എല്ലാ സത്യങ്ങളും ഭയങ്ങളും വികൃതികളും യാതൊരു ഫിൽട്ടറും ഇല്ലാതെ ആ വ്യക്തിയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കുമ്പോഴാണ് ആ ബന്ധം പൂർണ്ണമാകുന്നത്. അവിടെയാണ് ഏറ്റവും യഥാർത്ഥമായ സ്നേഹം. അപ്പം ആ ആള് ദേഷ്യപ്പെടുമ്പോഴത്തേനും ആ ഒരു റിലേഷൻഷിപ്പ് കട്ട് ചെയ്യാതെ അത് എന്തുകൊണ്ടാണ് ദേഷ്യപ്പെട്ടതെന്നുള്ള നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ കഴിയുമ്പോഴാണ് ആ ഒരു റിലേഷൻഷിപ്പ് ദൃഢമാവുന്നത്. അപ്പം നമ്മൾ ആ ഒരു ഫിൽട്ടർലെസ് ആയിട്ട് നമ്മൾ പറയും. അപ്പൊ എപ്പോഴും കുറെ കാലം ഇങ്ങനെ നല്ല ഭാര്യ അല്ലെങ്കിൽ നല്ല ഭർത്താവായിട്ട് നിന്നും പിന്നീട് എപ്പോഴെങ്കിലും അവരുടെ വിഷമം വരുമ്പോൾ ക്യാരക്ടർ കാണുമ്പോൾ നമ്മൾ ആകെ ഷോക്ക്ഡ് ആവും. ഇപ്പൊ ഇയാൾ ഇങ്ങനെയാണ് തുടക്കം തൊട്ടേ ഇങ്ങനെയാണെന്നുള്ള ആ ഒരു ഫിൽട്ടർലെസ് ആയിട്ട് നമ്മൾ അവരോട് നിൽക്കുക. അപ്പോൾ ബന്ധങ്ങൾ ഇപ്പോൾ 15 പോയിന്റായി. ബന്ധങ്ങൾ എന്നത് നനച്ചു വളർത്തേണ്ട പൂന്തോട്ടം പോലെയാണ്. ഈ പറഞ്ഞ 15 കാര്യങ്ങളും ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. എന്നാൽ ബോധപൂർണമായ ചില ശ്രമങ്ങളിലൂടെ നമുക്ക് ഏത് ബന്ധത്തെയും അങ്ങേയറ്റം മനോഹരവും ആഴമേറിയതുമാക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് ഈ ഒരു വെബിനാറിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്.
കാരണം നമുക്ക് നല്ലൊരു ഒരാളുണ്ടെങ്കിലും നമുക്ക് ട്രസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് വളരെ മനോഹരമായി മുന്നോട്ട് പോകും. നമുക്ക് ഭയങ്കര ലക്ഷറീസും ഭയങ്കര പൈസയും ഒന്നുമല്ല നമുക്ക് ആവശ്യം. നമ്മളെ മനസ്സിലാക്കാൻ ഒരാൾ നമ്മൾക്ക് കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പാണ്. അപ്പൊ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആ ഒരു ബന്ധത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കുകയും കൂടി വേണം. അവരെ വിഷമിപ്പിക്കാതെ അവരെ ചതിക്കാതെയും അവരുമായിട്ടുള്ള ആ ഒരു ഡീപ്പൻ റിലേഷൻഷിപ്സ് നമ്മൾ നിലനിർത്തി കൊണ്ടുപോകണം. അത് നമുക്കും അവർക്കും എല്ലാവർക്കും സമൂഹത്തിനും നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാണ്ടെങ്കിൽ പറയാം. ഹലോ. താങ്ക് യു ഷഹാന മാം. ഈ ഒരു ഈ ഒരു വിഷയത്തിലേക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു അവസരം ഉപയോഗിക്കും. നന്നായിട്ടുണ്ടായിരുന്നു ക്ലാസ്. നല്ല പോയിന്റുകൾ പറഞ്ഞു, ശ്രദ്ധിച്ചു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. നമ്മൾ ലൈഫിന്റെ ആ ഒരു ബിസിനസ്സിൽ ഇതൊക്കെ മറക്കും. ഇടയ്ക്ക് ഇതൊക്കെ നമ്മൾ ബ്രെയിനിനെ ഒന്ന് ഓർമ്മിപ്പിക്കണത് നല്ലതാണ്. ഇത്തരം ബുക്കുകൾ വായിച്ചിട്ടോ ക്ലാസ് കേട്ടിട്ടോ ഒക്കെ നമ്മളെ തന്നെ ഒന്ന് ഉണർത്തുന്നത് നല്ലതാണ്. അപ്പൊ നമ്മൾ കുറച്ചൊന്ന് ബോധവാനായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാൻ ഏതായാലും 1-2 കാര്യങ്ങൾ പറയാം. ഒരു 2-3 മിനിറ്റ് പറഞ്ഞ് നിർത്താം. അതെ, ഷഹനാജി, നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യണം. നിങ്ങളുടെ വീഡിയോ ഓഫായി. ഷഹനാജി കേൾക്കുന്നുണ്ടോ? ഓക്കെ, റൈറ്റ്. ഡോക്ടർ പേഷ്യന്റ് റിലേഷൻഷിപ്പ് അതൊരു ബന്ധമാണ്. അപ്പോൾ ഇന്നിപ്പം നാട്ടിൽ വളരെ വളരെ മോശമായിട്ടുള്ളതാണ് ഡോക്ടർ പേഷ്യന്റ് റിലേഷൻഷിപ്പ്. അതെ, ആ റിലേഷൻഷിപ്പ് ബന്ധം സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെയും ആശുപത്രിയെയും എല്ലാം അറ്റാക്ക് ചെയ്യുന്നത്. അവിടെ കേരളത്തിൽ വളരെ കൂടുതലാണ്. ആവശ്യത്തിലുള്ള ഉപകരണങ്ങൾ അടിച്ച് തകർക്കുക, ഡോക്ടറെ തന്നെ അടിക്കുക. അതിന് കാരണം എന്താണ്? ഈ പറഞ്ഞ ബന്ധത്തിലുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടാണ്. അതിന് എന്താണ് വേണ്ടത്? സിമ്പിളാണ്. ഇത് ഞാനിവിടെ ചെയ്തിട്ടുള്ളതാണ്. അമേരിക്കയിൽ ഞാൻ ചെയ്തതുകൊണ്ട് എനിക്ക് 1 ലക്ഷം രൂപയാണ് കിട്ടിയത്. എനിക്ക് 1 ലക്ഷം രൂപ കിട്ടി. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ലിസണിങ്. ഈ ലിസണിങ് ആണെന്ന് ഡോക്ടേഴ്സ് ആയാലും പാരൻസ് പിള്ളേരുടെ അടുത്തായാലും പിള്ളേർ പാരൻസ് അടുത്തായാലും ടീച്ചേഴ്സ് സ്റ്റുഡൻസിനായാലും ലിസണിങ് വളരെ പുവർ. എന്നിട്ട് എന്തെല്ലാം ശ്രമിച്ചാലും റിലേഷൻഷിപ്പ് സ്ട്രോങ് ആകത്തില്ല. ഞാൻ എൻ്റെ പേഷ്യൻസിനെ നല്ല ലിസണറായത് കാരണം ഓരോ കൊല്ലവും ഇവിടെ എനിക്ക് 1200 പേഷ്യൻസ് ആയിരുന്നു എൻ്റെ പാനലിൽ. ആശുപത്രി അതിൽ നിന്ന് റാൻഡമായിട്ടൊരു 100 പേർക്ക് ഇവർ ക്വസ്റ്റ്യനെയർ അയച്ചു കൊടുക്കും. എനിക്ക് മാത്രമല്ല, എല്ലാ ഡോക്ടേഴ്സിനും ഇതുപോലെ തന്നെ. അവരുടെ 100 പേഷ്യൻസിന് അതിൽ കുറേ ചോദ്യങ്ങളുണ്ട് അവർ ഒന്ന് ഇത് ചെയ്യാനായിട്ട്, പൂരിപ്പിച്ച് അയക്കാനായിട്ട്. അതിൽ ഒരു ചോദ്യമാണ് ലിസണിങ്ങിനെ കുറിച്ച്. ഓൺ എ സ്കെയിൽ ഓഫ് 1 to 5, 1 എന്ന് പറഞ്ഞാൽ പുവർ, 2 എന്ന് പറഞ്ഞാൽ ആവറേജ്, 3 എന്ന് പറഞ്ഞാൽ ഗുഡ്, 4 എന്ന് പറഞ്ഞാൽ വെരി ഗുഡ്, 5 എന്ന് പറഞ്ഞാൽ എക്സലന്റ്. ആ ലിസണിങ്ങിന് എത്ര മാർക്ക് കൊടുക്കും, റേറ്റ് കൊടുക്കും എന്ന് പറഞ്ഞ് ഈ പേഷ്യൻസിൻ്റെ ഇത് ചോദിക്കാറുണ്ട്. അപ്പൊ എനിക്ക് അയച്ചതിൽ എൻ്റെ അയച്ചതിൽ 100 പേർക്ക് അയച്ചതിൽ ഒരു 10, 20, 25 പേരെ റെസ്പോണ്ട് ചെയ്യത്തില്ല. എല്ലാവരും റെസ്പോണ്ട് ചെയ്യത്തില്ല, കമ്പൽസറി ഒന്നുമല്ല. അതില് അവര് എൻ്റെ ലിസണിങ്ങിനെ എക്സലന്റ് എന്നാണ് റേറ്റിംഗ് കൊടുത്തത്. അതിൽ 90% പേരും. കുറച്ച് പേര് വെരി ഗുഡ്. അപ്പൊ ഇവിടുത്തെ അനുസരിച്ച്, അവിടുത്തെ പോളിസി അനുസരിച്ച് ലിസണിങ്ങിന് വെരി ഗുഡും എക്സലന്റും റേറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ 80%-ലേറെ $1000 ഇൻസെന്റീവ് ബോണസ്. അങ്ങനെ $1000 കിട്ടിയവനാണ് ഞാൻ. ഇത് പൊങ്ങച്ചം പറയാൻ വേണ്ടി അല്ല. എനിക്ക് പൊങ്ങച്ചം പറഞ്ഞ് ഒന്നും നേടാനില്ല. ഈ ടോക്ക് എന്താണ്? ബന്ധം. അത് കാരണം എന്താണ്? ആ പേഷ്യൻസിന് ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന അവർക്ക് ഫീലിംഗ് ഉണ്ട്. ഐ ലിസൺ നന്നായിട്ട്. അപ്പൊ അവർ റെസ്പെക്ട് ചെയ്യുന്നു, അവർ പറയുന്നതിന് കേൾക്കുന്നു, ട്രസ്റ്റ് വർദ്ധിക്കുന്നു. ഈ രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് കാരണം ഇവിടെ
മോർ ദാൻ നിയർലി 25-30 years ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു മാൽ പ്രാക്ടീസ് കേസ് പോലും, ഇവിടെ അർച്ചനാജി ഒരു ലോയറാണ്, മാൽ പ്രാക്ടീസ് കേസ് ഒന്നുപോലും എനിക്കെതിരെ വന്നിട്ടില്ല. എന്തായാലും പേഷ്യൻസിന് റെസ്പെക്റ്റും എൻ്റെ അടുത്തുണ്ട്, ട്രസ്റ്റും ഉണ്ട്. സോ അതുകൊണ്ട് ഈ ഇതിൽ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അത് ഒന്നും കൂടെ ആവർത്തിച്ച് പറയണം. ലേൺ ടു ബി എ ഗുഡ് ലിസണർ. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. 15 പറഞ്ഞിട്ടുള്ളതിൽ ലിസണിങ്ങിനെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു. താങ്ക് യു സർ. ഇനി വേറെ ആർക്കും ആഡ് ചെയ്യാനില്ല എന്ന് തോന്നുന്നു അല്ലേ? വേണു സാർ പറഞ്ഞ ആ ലാസ്റ്റ് നോട്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് വൈൻഡ് അപ്പ് ചെയ്യാം. സാർ പറഞ്ഞ മാതിരി തന്നെ ഡെഫിനറ്റ്ലി പറഞ്ഞ പോയിന്റ്സിൽ ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് ലിസണിങ് തന്നെയാണ്. ലിസണിങ് എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്കിൽ തന്നെയാണ്. ശരിയായ രീതിയിൽ ഒരു വ്യക്തിയിൽ കേട്ടാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ റിലേഷൻഷിപ്പിലും മാറും എന്നുള്ളതാണ്. ഇപ്പോൾ ലോകത്ത് എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആളുകൾക്കും ഉള്ള ഒരു പ്രശ്നം അത് തന്നെയാണ്, കേൾക്കാൻ ആളില്ല എന്നുള്ളത്. ദാറ്റ് ഇസ് വൈ സൈക്കോളജിസ്റ്റ് ഗെറ്റ് പെയ്ഡ്. ദാറ്റ് ഇസ് വാട്ട് ഐ ഫീൽ. കാരണം വളരെ ഈസി ആയിട്ട് തീർക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും കേൾക്കാൻ ഒരാളില്ലാത്തതുകൊണ്ട്, അതെനിക്ക് തോന്നുന്നു ഷഹാന മാം തന്നെ മാമിൻ്റെ അതിൽ പറഞ്ഞു, ബിക്കോസ് വെൻ യു ഡോണ്ട് ഹാവ് സംബഡി ടു ഹിയർ, പേ ചെയ്തിട്ടെങ്കിലും കേൾക്കാൻ ഒരാളെ വെക്കുക എന്നുള്ളതൊരു മസ്റ്റായി മാറിയിരിക്കുകയാണ്. സോ വെനെവർ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പം, സമയം കിട്ടും, അല്ലെങ്കിൽ സമയം ഉണ്ടാക്കി തന്നെ ഒരാളൊരു കാര്യം പറയുമ്പം യു ഹാവ് ടു ഹിയർ ദം. ഹിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു ലിസൺ ദം, നോട്ട് ടു റെസ്പോണ്ട്. ആക്ച്വലി ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടല്ല. ആക്ച്വലി അത് ലിസണിങ് എന്ന് പറയുമ്പോൾ ശരിക്കും അവരെന്താ പറയണമെന്ന് ഉൾക്കൊണ്ട് തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ വളരെ മനോഹരമായ 15 കാര്യങ്ങൾ പറഞ്ഞു. ഐ നോ ഡെഫിനറ്റ്ലി ചിലതൊക്കെ ഫോളോ ചെയ്യുന്നതായിരിക്കും നമ്മൾ ഓൾറെഡി. എല്ലാം ചിലപ്പോൾ ഫോളോ ചെയ്യാനും പറ്റില്ല, ബട്ട് സ്റ്റിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ ലൈഫിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി എ ഗ്രേറ്റ് ചേഞ്ച് ഇൻ ലൈഫ്. യെസ്, ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട് വേണു സർ, അത് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ വൈൻഡ് അപ്പ്. ഇന്നലെ നടന്ന സംഭവം, ഇന്നലെ രാത്രി ഒരു 7:30 എൻ്റെ അപ്പാർട്ട്മെന്റ്, വേറൊരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഒരു ബംഗാളി ഒരുത്തൻ, അവൻ നേരെ വന്ന് എൻ്റെ ഡോറിനെ നോക്ക് ചെയ്യുന്നു. അപ്പോൾ ഐ വാസ് ഡൂയിങ് സംതിങ് എൽസ്. സാധാരണ ഇവർ മിക്കപ്പോഴും ഇവിടെ വിളിച്ച് ചോദിച്ചിട്ടാണ് ആർ യു അവൈലബിൾ എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. പുള്ളി ഒന്നും ചെയ്യാതെ നേരെ ഒന്ന് നോക്ക് ചെയ്തു. ഞാൻ തുറന്നു. ആ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ, പുള്ളിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരൻ എന്നാണ്ടോ വിഷമത്തിലാണെന്നുള്ളത് അത് ഉടനെ തന്നെ ഞാൻ പറഞ്ഞു, ഏയ് കമാൺ അവി, കമാൺ കമാൺ ഗെറ്റ് ഇൻ, ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് യെസ് ഇറ്റ് സീം ദാറ്റ് യു ആർ അപ്സെറ്റ്. അത് പറയുമ്പോൾ തന്നെ അവൻ ഇതായി ആശ്വാസമായി. കാര്യം എന്താ പറയാ, ഈ ആള് ഞാൻ അപ്സെറ്റ് ആണെന്നുള്ളത് ഞാൻ ഒരക്ഷരം പോലും പറയാതെ തന്നെ അത് മനസ്സിലാക്കി എന്നുള്ളത്. എന്നിട്ട് അപ്പം ഞാൻ പിന്നെ ലിസണിങ് ആണ്. ഞാൻ ടെൽ മീ വാട്ട് ഹാപ്പൻ. അപ്പൊ അയാൾ ഇന്നലെ വൈകുന്നേരം ഒരു 5-5:30 മണിക്ക് ഏതോ ഒരു ട്രാഫിക് ജംഗ്ഷനിൽ വെച്ചിട്ട് അയാളുടെ കാർ പാർക്ക് ചെയ്തിരിക്കായിരുന്നു. റെഡ് ലൈറ്റ് മാറി ഗ്രീൻ ലൈറ്റ് ആകാനായിട്ട്. ആ സമയത്ത് അയാളുടെ ഇടതുവശത്തുള്ള വലിയൊരു ട്രക്ക് പോലുള്ള ഒരു വണ്ടി അവിടെ ലൈറ്റ് ചേഞ്ച് ചെയ്യണം തന്നെ അയാൾ ലെയിൻ തന്നെ തെറ്റിച്ച് വന്നിട്ട് ഇയാളുടെ കാറിനെ ഇടിച്ചു. ഫ്രണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇടിച്ചിട്ട് അയാൾ നിർത്താതെ ഓടിച്ച് പൊക്കഴിഞ്ഞു. എന്നിട്ട് ഇയാൾ ആ കൂടി സ്റ്റണ്ടായി വണ്ടി ഒന്ന് ഇടിച്ചത്. എന്നിട്ട് ഡോർ തുറക്കാൻ നോക്കിയിട്ട് ഡോർ തുറക്കാൻ പറ്റുന്നില്ല. ഡ്രൈവർ സീറ്റ് ഇടിച്ച് ആ ഡോറെല്ലാം ചപ്പിയതായി. എന്നിട്ട് പാസഞ്ചേഴ്സിൽ കൂടെ വെളിയിൽ ഇറങ്ങിയിട്ട് ഇയാൾ പിന്നെ പോലീസിനെ, ആദ്യം ഇൻഷുറൻസിനെ വിളിക്കുന്നു. ഇൻഷുറൻസ് പറഞ്ഞ് പോലീസിനെ വിളിച്ച് പറയണമെന്ന്. പോലീസിനെ വിളിക്കുന്നു. പോലീസ് ചോദിച്ചു, ആർ യു സേഫ്? നിങ്ങൾക്ക് വല്ല ഇഞ്ചുറി ഉണ്ടോ? ഇല്ല. ദെൻ ഓൺലൈനിൽ കൂടെ കംപ്ലൈന്റ് എന്താണെന്ന് എഴുതി കൊടുക്കാനായിട്ട്. അപ്പോഴതുകൊണ്ടാണ് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വരുന്നതെന്ന് വെച്ചാല് ഒരു പ്രശ്നം. അപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, അപ്പോഴും ഞാൻ എന്താണ് ലിസണിങ്. എന്നിട്ട് ഞാൻ കുറെ പ്രോബിംഗ് ആയിട്ട് വന്നിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഏയ് അവിക്, അയാളുടെ പുള്ളി പേരുടെ അവിക് ദത്ത എന്നാണ്. ഞാൻ പറഞ്ഞു, അവിക് ഓക്കെ ലെറ്റ് മീ ടേക്ക് എ ലുക്ക് അറ്റ് യുവർ കാർ. പുള്ളി ആവശ്യപ്പെട്ടിട്ടല്ല. ഞാൻ ഉടനെ തന്നെ ഇറങ്ങി പാർക്കിംഗ് ലോട്ടിൽ പോയിട്ട് പുള്ളിയുടെ കാറിൻ്റെ അവിടെ ചെന്ന് നോക്കിയിട്ട്
പുള്ളി മിസ് ചെയ്ത കാണാൻ വിട്ടുപോയ കുറെ ഇതൊക്കെ അതിൽ ഇങ്ങനെ ഇതായിരിക്കുന്നു, ഗ്യാപ്പ് വന്നിരിക്കുന്നു, ഇത് ഇങ്ങോട്ട് മാറിയിരിക്കുന്നു, അതെല്ലാം നോട്ട് ചെയ്തിട്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് എനിക്ക് ഇതെല്ലാത്തിനും കൂടി 10-25 മിനിറ്റ് ഞാൻ സ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ ആ ലിസണിങ്, ഐ കെയർ ഫോർ യു, അതാണ് മെസ്സേജ് അവിടെ. ഞാൻ പറഞ്ഞു ഓക്കെ, നൗ ദിസ് ഇസ് വാട്ട് ഐ തിങ്ക് ദാറ്റ് യു ഷുഡ് ഡു. നാളെ രാവിലെ തന്നെ വിളിച്ചിട്ട് ഇതിന്റെ ആദ്യം ഫോട്ടോ എടുക്കണം. ഇതിന്റെ ഒരാൾ ആ കൂടി അപ്സെറ്റ് ആകുമ്പോൾ ഇതൊന്നും വരത്തില്ല, എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ. ഫോട്ടോ എടുത്തിട്ട് പോലീസിനെ സെൻഡ് ദം ദിസ് പിക്ചർ ആൻഡ് ടെൽ ദം എവിടെ എക്സാക്ട് ലൊക്കേഷൻ, എവിടെ ആയിരുന്നു, എത്ര മണിയായിരുന്നു. ഇവിടെ ആണെങ്കിൽ CCTV പോലെ ആ ട്രാഫിക് ഇന്റർസെക്ഷനിലെല്ലാം ഇത് കാണും. അപ്പൊ യു ഡോണ്ട് നോ ആ വണ്ടിയുടെ ഒക്കെ. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ബി ഏബിൾ ടു ഐഡന്റിഫൈ ദാറ്റ് വെഹിക്കിൾ. അങ്ങനെ ഹിറ്റ് ആൻഡ് റൺ ആണ്. ഹിറ്റ് ആൻഡ് റൺ ആകുമ്പോൾ അതിനെ ഗുരുതരമായിട്ടുള്ളതാണ്. അവർ ചാർജ് കഴിഞ്ഞാൽ ഇയാൾക്ക് പിന്നെ കയ്യിൽ നിന്ന് കാശിലാക്കേണ്ടി വരത്തില്ല. അല്ലെങ്കിൽ ഇയാളുടെ കാർ ഇപ്പോൾ റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസിലി ഒരു 1000 മുതൽ $3000 ചെലവ് വരും. ഇത്രയും പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ആ 25 മിനിറ്റ് ആശ്വാസം. അപ്പൊ ഇവിടെയാണ് ആ ലിസണിങ്, ആ റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് വരുന്നത്. സോ ഞാൻ ഈ പറയുന്നതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നവനാണ്. ഇതൊരു റിയൽ സംഭവമാണ്, ഇന്നലെ നടന്നതാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. ദാറ്റ് ഈസ് വാട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത്. ആ കേൾക്കുക എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ ലൈഫിൽ എത്രത്തോളം മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷഹന മാം ഫോർ ദ സെഷൻ, ആസ് വെൽ ആസ് സുൽജിയ മാമിൻ്റെ ഇൻട്രോയിനും ഒരുപാട് നന്ദി. അതുപോലെ നമ്മുടെ കൂടെ ഇത്രയും നേരം ഈ ഒരു സെഷൻ കേട്ടിരിക്കാൻ വേണ്ടി ഒത്തുചേർന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. മറ്റൊരു ട്രെയിനറുമായി നമുക്ക് മൺഡേ വീണ്ടും കണ്ടുമുട്ടാം. ബൈ, ഗുഡ് നൈറ്റ്. Good night.